യുവതികളുടെ ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പാർട്ടി എടുത്ത നടപടിയിൽ ഗ്രൂപ്പിന് വലിയ അതൃപ്തിയാണ്. രാഹുലിനോട് വിശദീകരണം പോലും ചോദിച്ചില്ല എന്നാണ് വിമർശനമുയരുന്നത്. രാഹുലിനെതിരെ പെട്ടെന്നുണ്ടായ കടുത്ത നടപടി കുറ്റം ശരിവെക്കുന്നത് പോലെയായെന്നുമാണ് എ ഗ്രൂപ്പിന്റെ വിമർശനം. എന്നാൽ രാഹുലിനെതിരെ എടുത്ത കടുത്ത നടപടിയാണ് പാർട്ടിയെ പിടിച്ചു നിർത്തിയതെന്നാണ് സതീശൻ അനുകൂലികളുടെ വാദം. CPM-നെ പ്രതിരോധത്തിലാക്കിയത് പോലും നടപടിയാണെന്നുള്ള വാദമാണ് ഉയർത്തുന്നത്. ആരോപണം ഉയർന്ന ഉടൻ തന്നെ രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാജിവെച്ചിരുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് പ്രതിഷേധങ്ങൾ തുടരുകയാണ്. രാഹുലിന് സംരക്ഷണം ഒരുക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവർത്തിക്കുന്നതിനിടെയാണ് ഇന്ന് DYFI പ്രതിഷേധം നടത്തുക. MLA-യുടെ രാജി ആവശ്യപ്പെട്ട് DYFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ സംഗമവും സംഘടിപ്പിക്കും. വൈകിട്ട് സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരത്താണ് ആത്മാഭിമാന സദസ് എന്ന പേരിൽ പരിപാടി നടത്തുന്നത്. രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ തടയുമെന്ന് DYFI-യും BJP-യും നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. രാഹുൽ ചെയ്തതെല്ലാം വ്യക്തമാണെന്നും രാഹുലിന്റെ നെറുകേടുകൾ തുറന്നു കാട്ടുന്ന തെളിവുകൾ ദിവസവും പുറത്തു വരുമ്പോഴും മാങ്കൂട്ടത്തിലിന് കോൺഗ്രസിൽ നിന്ന് പിന്തുണ ഏറി വരികയാണ്. കഴിഞ്ഞ ദിവസം മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസനും രാഹുലിനെ പിന്തുണച്ച് രംഗത്തെത്തി. ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അനുകൂലിച്ചും പോലീസിനെ പരിഹസിച്ചുമാണ് MM ഹസന്റെ പ്രതികരണം. അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിക്കും പോലെ പരാതിക്കാർ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് പോലീസ് എന്നാണ് അദ്ദേഹം പരിഹസിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ MLA സ്ഥാനത്ത് നിന്നുള്ള രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വന്തം പാർട്ടിയിലെ സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്നയാളാണ് മുഖ്യമന്ത്രി എന്നും ഹസൻ കുറ്റപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ ആരോപണം രാഷ്ട്രീയമായി ഉപയോഗിച്ചാൽ നേരിടും. നിയമസഭയിൽ വരണമോ എന്നത് MLA-യുടെ നിയമസഭയിൽ വരുന്നത് അവകാശമാണ്. ഷാഫി പറമ്പിലിനെ തടഞ്ഞാൽ കൈയും കെട്ടി നോക്കി നിൽക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഇതുവരെ ആരും പരാതി ഉന്നയിച്ചിട്ടില്ല. എന്നാൽ മുകേഷ് MLA-ക്കെതിരെയായ കേസ് അങ്ങനെയല്ലെന്നും ഹസൻ പറയുന്നു. പാർട്ടിയിൽ നിന്ന് രാഹുലിന് കൊടുക്കുന്ന അകമഴിഞ്ഞ സപ്പോർട്ട് കള്ളന് കഞ്ഞി വെക്കുന്നതിന് തുല്യമല്ലേ? സഹപ്രവർത്തകർ തന്നെ ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കുമ്പോൾ പൂച്ചക്കിനിയും കട്ടുകുടിക്കാൻ ആവേശം കൂടുമെന്നത് ഓർക്കണം. ഇരകൾക്ക് നീതി കിട്ടാതെ പാർട്ടിയിലുള്ളവരെ വിളിപ്പിക്കാനുള്ള രാഷ്ട്രീയം ജനാധിപത്യ വിരുദ്ധമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് ജനങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും.